ഇന്ന് ബ്രെഡും മുട്ടയരി മസാലയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സബോള ആദ്യം എണ്ണ വെച്ചിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ മുട്ട അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയും ബ്രെഡും ഒക്കെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളൊരു സബോള 2 എടുത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക കേട്ടോ. ഉപ്പും ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അപ്പോൾ അതൊന്ന് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഒന്ന് വാടി വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് മുളക് പൊടി, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഞാൻ ഇപ്പോൾ 1 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഓരോ ടീസ്പൂൺ വെച്ചിട്ടിട്ട് എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടണം. അതിനുശേഷം നമ്മൾ അത് വാടി വന്നു കഴിഞ്ഞ് തക്കാളി ഇടുക. അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ആയി കിട്ടും. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ തക്കാളിയും സബോളയും എല്ലാം ഒരുമിച്ച് ചേരണം, നല്ലപോലെ വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിരിക്കുന്നു കേട്ടോ. നല്ലപോലെ മൂടി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുറന്ന ശേഷം അതിലേക്ക് നമ്മൾ മുട്ട ചിക്കി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇടുക. മുട്ട വെറുതെ ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് ചിക്കി പൊരിച്ചതാണ് കേട്ടോ. അതിലേക്ക് മുട്ട ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇടണം, അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മുട്ടയൊന്ന് ഇട്ടിട്ട് ബ്രെഡ് ഇടുക. അതിനുശേഷം നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. മുട്ടയും ബ്രെഡും ആ കറിയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ടൊന്ന് യോജിച്ച് വരണവരൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം, എന്നാലാണ് അത് യോജിക്കുള്ള നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച ശേഷം നമ്മളതൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതിന് ബ്രെഡ് മസാല എന്നും പറയാം. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. താങ്ക് യു.